പാലക്കാടും ചേലക്കരയും പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. അതിൽ പാലക്കാട് നേടിയ വലിയ വിജയം കോൺഗ്രസിന് ആശ്വാസം നൽകുന്നു. ചേലക്കരയിൽ നേടിയ വിജയം LDFനും ആശ്വാസം നൽകുന്നു. ഒരു വിൻവിൻ. അപ്പോൾ ചേലക്കരയിൽ എന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരുപാട് വോട്ടുകൾ നഷ്ടമായെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് LDF. മാത്രമല്ല ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിനെതിരായി LDFന് പറയാവുന്ന ഒരു കാര്യമാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ജയം അവരെ സഹായിക്കുമെന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. ഓക്കെ, അപ്പം എന്താണ് അവരുടെ ചേലക്കര വിജയത്തിന്റെ വിലയിരുത്തൽ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ലഭിച്ചത് 83,415 വോട്ട്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം 60,368 കുറഞ്ഞു. ഉപതിരഞ്ഞെടുപ്പിൽ 64,827 വോട്ട് ഉയർത്താനായെങ്കിലും 38,735 എന്ന 2021 ഭൂരിപക്ഷം 12,201 കുറഞ്ഞു. സർക്കാരിന്റേത് ജനവിരുദ്ധ നയമെന്ന പ്രതിപക്ഷാരോപണങ്ങൾക്കിടെയുണ്ടായ വിജയം പ്രതീക്ഷിച്ചതിലും ഏറെയെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ചേലക്കരയിലെ വിജയത്തിലൂടെ മറുപടി പറയുകയാണ് LDF. പ്രതിപക്ഷാരോപണങ്ങൾ വോട്ടെടുപ്പിലൂടെ ജനം തള്ളിയെന്ന പ്രചാരണമാണ് ഇനി LDF മുന്നോട്ട് വയ്ക്കുക. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുന്നതാണ് ചേലക്കരയിലെ വിജയമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. 24 തൃശൂർ.